ഹരേ കൃഷ്ണ. ജീവിതത്തിൽ സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിനെ സമനിലയിൽ നിർത്താൻ പഠിക്കണം. മനസ്സിൻ്റെ സമനില എന്ന് പറയുന്നത് സുഖമോ ദുഃഖമോ സ്തുതിയോ നിന്ദയോ മാനമോ അപമാനമോ ജയമോ പരാജയമോ എന്ത് തന്നെ ആയാലും അത് മനസ്സിനെ ബാധിക്കാത്തൊരവസ്ഥയാണ് മനസ്സിൻ്റെ സമനില എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, നമ്മൾ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കും ആ നിലയിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന്. അതിനായിട്ട് നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടിയുള്ളൊരു നാമജപം അത് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും, ഏകാഗ്രമാകും. അങ്ങനെയുള്ളൊരു മനസ്സിൽ ആ ശരിക്കും നമുക്ക് ഈശ്വരനെ ദർശിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാകും. അതെല്ലാവർക്കും നിരന്തരം നാമം ജപിച്ച് ഭഗവാനിൽ മനസ്സർപ്പിച്ച് കർമ്മം ചെയ്യുന്ന ആർക്കും അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയത്. അതായത് കുറച്ച് ശ്രമം പോലും നമ്മളെ വലുതായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നോ ഭയങ്ങളിൽ നിന്നോ ഒക്കെ മുക്തരാക്കുമെന്ന്. അപ്പോൾ ഭഗവാൻ ഇത്രയും ഉറപ്പ് തരുമ്പോൾ നമ്മളും നിരന്തരം ശ്രമിച്ച് ആ മനസ്സിൻ്റെ സമനില നേടി ആ ഭഗവാനെ സാക്ഷാത്കരിക്കാനുള്ള ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഹരേ കൃഷ്ണ.